ഇന്ന് നമുക്ക് പൈത്തണിലെ കണ്ടീഷൻസും ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചും പഠിക്കാം. പ്രോഗ്രാമിങ്ങിൽ നമുക്ക് ചില സമയത്ത് കുറച്ച് ഡിസിഷൻസ് എടുക്കേണ്ടി വരും, ചില സാഹചര്യങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് അനുസരിച്ച്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കീവേഡാണ് ഇഫ്. നമുക്കത് ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഞാനിപ്പം നമ്മുടെ ലൈഫിലെ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ സെൽഷ്യസിൽ 37.5 അല്ലേ. ഞാനപ്പം ടെമ്പ് സെൽ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് 37 എന്നൊരു വാല്യൂ അസൈൻ ചെയ്തു. എങ്ങനെയാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്? ഇഫ് എന്ന് പറഞ്ഞൊരു കീവേഡാണ്. പിന്നെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. ഇഫ് ടെമ്പ് സെൽ ഗ്രേറ്റർ ദാൻ 37 ഒരു കോളൻ ഇടണം. അപ്പോൾ ഇഫ് കീവേഡ്, പിന്നെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 37 ആണോ? ആണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം ഞാൻ എൻ്റർ ചെയ്യുവാണ്. പ്രിൻറ്റ് യു ഹാവ് ഫീവർ. നമ്മൾ ടെമ്പ് സെല്ല് 37 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. ടെമ്പ് സെൽ ഗ്രേറ്റർ ദാൻ 37 ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിൻറ്റ് യു ഹാവ് ഫീവർ. നിനക്ക് ഫീവർ ഉണ്ട്. എനിക്കിതിൻ്റെ താഴോട്ട് എന്ത് വേണമെങ്കിലും എഴുതാം. പ്രിൻറ്റ് യു cannot go outside. Print take medicines. Print drink lot of fluids. ഇങ്ങനെ എനിക്ക് എന്ത് വേണമെങ്കിലും ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബോഡിക്കകത്ത് എഴുതാം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കോളൻ കഴിഞ്ഞ് താഴെ എഴുതുന്നതെല്ലാം അതിന് തൊട്ട് മുകളിലുള്ള ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് മനസ്സിലാകുന്ന എങ്ങനെയാ? നിങ്ങൾക്ക് കാണാം, തുടക്കത്തിൽ കുറച്ച് വൈറ്റ് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അർത്ഥം ഈ എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം അതിന് മുകളിലത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇതിന് പറയുന്ന പേരാണ് ഇൻഡൻറ്റേഷൻ. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഒന്നും വന്നില്ല. കാരണം എന്താ? നമ്മൾ ടെമ്പ് സെൽ 37 ആക്കിയാണ് വെച്ചിരിക്കുന്നത്. കണ്ടീഷൻ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഗ്രേറ്റർ ദാൻ 37. അപ്പം ഞാൻ ഈ ടെമ്പ് സെല്ലിൽ ഒരു 39 കൊടുക്കുക. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, യു ഹാവ് ഫീവർ, യു cannot go outside, take medicines, drink lot of fluids. കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ ഇഫ് ടെമ്പ് സെൽ ഗ്രേറ്റർ ദാൻ 37 ആണ്, 39 ആണ്. അതുകൊണ്ട് അതിന് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിൻ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം, ലെസ് ദാൻ 37 ആണെങ്കിലോ? അപ്പം ഞാൻ എൻ്റർ ചെയ്തപ്പോൾ ഈ സ്പേസ് വന്നിട്ടുണ്ട്, ഇൻഡൻറ്റേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു ഈ മുകളിലത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബോഡിയാണ്. അപ്പം നമുക്കതല്ല വേണ്ടത്, നമ്മൾ നെക്സ്റ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ആ വൈറ്റ് സ്പേസ് അങ്ങ് മാറ്റും. എന്നിട്ട് ഞാൻ എഴുതുവാണ് ഇഫ്. അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. ടെമ്പ് സെൽ ലെസ് ദാൻ 37 എന്തൊക്കെ ചെയ്യണം? ഞാൻ കോളൻ ഇടുവാണ്. ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം. പ്രിൻറ്റ് യു ഹാവ് നോർമൽ ടെമ്പറേച്ചർ. Print be happy. Print you can go outside. Print enjoy. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് എഴുതാം. ഇനി നമുക്ക് ലെസ് ദാൻ 37 ഒരു ടെമ്പറേച്ചർ ടെമ്പ് സെല്ലിൽ കൊടുത്തു നോക്കാം. 35 കൊടുത്തു. ഇനി ഞാൻ റൺ ചെയ്യുവാണ്. കണ്ടോ, യു ഹാവ് നോർമൽ ടെമ്പറേച്ചർ, ബി ഹാപ്പി, യു ക്യാൻ ഗോ ഔട്ട്സൈഡ്, എൻജോയ്. അപ്പോൾ എന്താണ് ഇവിടെ നടന്നത്? നമ്മൾ ടെമ്പ് സെല്ല് 35 എന്ന് പറഞ്ഞ വാല്യൂ വെച്ച് ഇനീഷ്യലൈസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോയി കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. ടെമ്പ് സെൽ ഗ്രേറ്റർ ദാൻ 37 ആണോ? അല്ല, കണ്ടീഷൻ ഇവിടെ ഫോൾസ് ആയി. അപ്പം ഇതിനുള്ളിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. ഇഫ് ടെമ്പ് സെൽ ലെസ് ദാൻ 37, കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. ലെസ് ദാൻ 37 ആണോ? ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിൻ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിനു വേണ്ടി ഈ 35 എന്നുള്ളത് ഒരു ഗ്രേറ്റർ നമ്പർ കൊടുക്കുവാണ്. 37നേക്കാളും മുകളിലത്തെ ഒരു നമ്പർ കൊടുക്കുവാണ്. അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഇഫ് ടെമ്പ് സെൽ ഗ്രേറ്റർ ദാൻ 37 ആണോ? ആണ്. കണ്ടീഷൻ ട്രൂ ആയി. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിൻ്റ് ചെയ്യും. ഞാനിത് റൺ ചെയ്യുവാണ്. അപ്പം യു ഹാവ് ഫീവർ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നു. അതെങ്ങനെയാണ് നടന്നത്? ഇപ്പം നമ്മൾ 39 ആയിട്ട് ടെമ്പ് സെല്ല് ഇനീഷ്യലൈസ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. ഇഫ് ടെമ്പ് സെൽ ഗ്രേറ്റർ ദാൻ 37 ആണല്ലോ, കണ്ടീഷൻ ട്രൂ ആയി. അപ്പോഴാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിൻ്റ് ചെയ്തത്. കണ്ടീഷൻ ട്രൂ ആയപ്പോൾ പ്രിൻ്റ് ചെയ്തു.
ഇനി വീണ്ടും ഇത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യും. ഇഫ് ടെംസെൽ ലെസ് ദാൻ 37 ഫോൾസാ. ടെംസെൽ ലെസ് ദാൻ 37 അല്ലല്ലോ, ഗ്രേറ്റർ ദാൻ 37, ടെംസെൽ 39. എന്നാൽ പോലും ഈ സ്റ്റേറ്റ്മെൻറ്റും ചെക്ക് ചെയ്യും. അത് ആവശ്യമില്ല അല്ലേ. നമ്മളിപ്പോൾ ടെംസെൽ ഗ്രേറ്റർ ദാൻ 37 ആയി കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് നിർത്തിക്കണം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ കുറേ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുവാണെങ്കിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ പോലും അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ അടുത്തതായിട്ട് എൽസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് പകരം നമ്മളിവിടെ എൽസ് അങ്ങ് എഴുതും. ഇതാണ് ഇഫ് എൽസ്. ഇപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയെങ്കിൽ ഈ എൽസ് പാർട്ട് ചെക്ക് ചെയ്യത്തില്ല. ഫോൾസ് ആയെങ്കിൽ മാത്രമേ എൽസ് പാർട്ട് ചെക്ക് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ ടെംസെൽ ഗ്രേറ്റർ ദാൻ 37 കണ്ടീഷൻ ട്രൂ ആയിക്കഴിഞ്ഞാൽ എൽസ് പാർട്ടിൽ നമ്മൾ ടെംസെൽ ലെസ് ദാൻ 37 എന്ന് എഴുതണ്ട. അത് നമുക്കറിയാം. ഗ്രേറ്റർ ദാൻ 37 അല്ലെങ്കിൽ പിന്നെ ലെസ് ദാൻ 37. അതുകൊണ്ട് എൽസ് പാർട്ടിൽ നമ്മൾ കണ്ടീഷൻ എഴുതണ്ട. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ 37 ആയതുകൊണ്ട് യു ഹാവ് ഫീവർ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നു. ഇനി ഞാൻ ലെസ് ദാൻ ഒരു വാല്യൂ കൊടുക്കുവാണ്, 34 കൊടുക്കുവാണ്. ഇനി റൺ ചെയ്യുവാണ്. കണ്ടോ, എൽസ് പാർട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഇഫ് പാർട്ടിലെ കണ്ടീഷൻ ഫോൾസ് ആയെങ്കിൽ മാത്രമേ എൽസ് പാർട്ടിലോട്ട് പോകത്തുള്ളൂ. ഇനി നമുക്കിത് കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആക്കാം. ഇപ്പം നമ്മൾ പ്രോഗ്രാം എഴുതിയിരിക്കുന്നവരാണ് ടെമ്പറേച്ചർ കൊടുത്ത്. ഇനി നമുക്കിത് യൂസറുടെ കയ്യിൽ നിന്ന് ടെമ്പറേച്ചർ വാങ്ങിക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസർ ഇൻപുട്ട് ഫംഗ്ഷൻ പഠിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. ഞാൻ ഈ 35 എന്നുള്ള സ്ഥലത്ത് ഇൻപുട്ട് ഫംഗ്ഷൻ കൊടുക്കും. ഇതിനകത്ത് നമ്മൾ എൻ്റർ യുവർ ടെമ്പറേച്ചർ. അപ്പം നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ ഇൻറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ട് വാല്യൂ ആയിരിക്കും. പക്ഷേ ഈ ഇൻപുട്ട് ഫംഗ്ഷൻ അതിനെ കൺവേർട്ട് ചെയ്ത് സ്ട്രിങ് ആക്കും. നമ്മൾ അതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് അല്ലെ കൺവേർട്ട് ചെയ്ത് വീണ്ടും ഇൻറ്റ് ആക്കണം അല്ലെങ്കിൽ ഫ്ലോട്ട് ആക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഇതങ്ങ് ഇൻറ്റിനകത്ത് ഇട്ടാൽ മതി. ഇത് നമ്മളെല്ലാം ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോവാണ്. ഇനി നമുക്ക് യൂസറുടെ കയ്യിൽ നിന്ന് നെയിമും കൂടെ വാങ്ങിക്കാം. നെയിം ഇസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ യുവർ നെയിം. നമുക്കൊരു പ്രിൻറ്റ് ഫംഗ്ഷനും കൂടെ കൊടുക്കാം. ആ ഹലോ യൂസറിൻ്റെ നെയിം ഒന്ന് വിളിക്കുന്നതായിട്ട്. അപ്പോൾ പ്രിൻറ്റ് ഹലോ ഒരു സ്ട്രിങ് കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കോമ ആ വേരിയബിൾ നെയിം. അപ്പം നെയിം എന്ന വേരിയബിളിലെ വാല്യൂ ഇതിലേക്ക് വരും. ഈ സെയിം നമുക്ക് താഴെയും കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ യുവർ നെയിം ആൻഡ് ഞാനൊരു 32 കൊടുക്കുവാണ്. കണ്ടോ, ഹലോ ആൻഡ് യു ഹാവ് നോർമൽ ടെമ്പറേച്ചർ, ബി ഹാപ്പി, യു ക്യാൻ ഗോ ഔട്ട്സൈഡ്. ഇങ്ങനെയാണ് നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തതാണ് എലിഫ് സ്റ്റേറ്റ്മെൻറ്റ്. അതെന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ 2 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. എ ഇസ് ഈക്വൽ ടു 22, ബി ഇസ് ഈക്വൽ ടു 11 എന്ന് ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഞാനൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുവാണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി പ്രിൻറ്റ് എ ഇസ് ഗ്രേറ്റർ ദാൻ ബി. ഇനി അടുത്തതാണ് എലിഫ്. നമുക്ക് കുറേ അധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വന്നാൽ നമുക്ക് ഇഫ് കഴിഞ്ഞിട്ട് എലിഫ് ഉപയോഗിക്കാം. എത്ര എലിഫ്സ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, അത്രയും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ. നമ്മുടെ ഈ എക്സാമ്പിളിൽ നമുക്ക് 3 കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. 1 എ ഗ്രേറ്റർ ദാൻ ബി ആണോ, 2 ബി ഗ്രേറ്റർ ദാൻ എ ആണോ, 3 എ ഈക്വൽ ടു ബി ആണോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എലിഫ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ എഴുതുവാണ് ELIF. ELSEIF എന്ന് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൊക്കെ പറയും. ഇവിടെ എലിഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ എലിഫിൻ്റെ അടുത്തത് ബി ഗ്രേറ്റർ ദാൻ എ. എന്തുവാ? പ്രിൻറ്റ് ബി ഈസ് ഗ്രേറ്റർ ദാൻ എ. ഇനി നിങ്ങൾക്ക് ഇനിയും കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര എലിഫ് വേണമെങ്കിലും ഇവിടെ എഴുതാൻ പറ്റും. ഇനി ഒരു കണ്ടീഷനും കൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ബാക്കിയുള്ളെങ്കിൽ അത് എൽസിൽ എഴുതണം. എൽസ് പ്രിൻറ്റ് എ ഇസ് ഈക്വൽ ടു ബി. എൽസിൻ്റെ അവിടെ അപ്പം കണ്ടീഷൻ എഴുതണ്ട. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. എ ഇസ് ഗ്രേറ്റർ ദാൻ ബി. ഇനി ഞാനിത് എ ലെസ്സർ ആക്കാൻ പോവാണ്, 5 ആക്കാൻ പോവാം. ഇനി ഞാൻ റൺ ചെയ്യാൻ പോവാണ്.
കണ്ടോ, ബി ഈസ് ഗ്രേറ്റർ ദാൻ എ. ഇനി രണ്ടും ഞാൻ ഈക്വൽ ആക്കാൻ പോവാണ്, റൺ ചെയ്യാൻ പോവാണ്. എ ഈസ് ഈക്വൽ ടു ബി. ഇതാണ് എൽഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അടുത്തതാണ് നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇഫ് കണ്ടീഷനകത്ത് മറ്റൊരു ഇഫ് കണ്ടീഷൻ വന്നാൽ അതിനെ നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയും. അതിനുവേണ്ടി ഞാനൊരു എക്സാമ്പിൾ എഴുതാൻ പോവാണ്. ഞാൻ എക്സ് എന്ന വേരിയബിളിലേക്ക് 8 എന്നൊരു വാല്യൂ അസൈൻ ചെയ്യുവാണ്. ഈ എക്സ് എന്ന വേരിയബിളിലെ നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാനൊരു ഇഫ് കണ്ടീഷൻ എഴുതുവാണ്. ഇഫ് നമ്മൾ എങ്ങനെയാണ് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്? ഈവൻ നമ്പർ ആണെങ്കിൽ ആ നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് റിമൈൻഡർ കിട്ടുന്നത്? മോഡുലസ് ഓപ്പറേറ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അപ്പം എക്സ് പെർസെൻറ്റേജ് മോഡുലസ് ഓപ്പറേറ്റർ ഇങ്ങനെയാണ്. 2 = 0 കോളൻ. അപ്പം എക്സിലുള്ള നമ്പർ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ 0 ആണെങ്കിൽ അതാണ് കണ്ടീഷൻ. ട്രൂ ആണ്, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിൻറ്റ് എക്സ് ഇസ് എൻ ഈവൻ നമ്പർ. അല്ലെങ്കിലോ ഞാൻ എൽസ് പാർട്ട് എഴുതാൻ പോകും. അപ്പോൾ ഈ സ്പേസ് കളഞ്ഞിട്ട് എൽസിന് കണ്ടീഷൻ എഴുതേണ്ട ആവശ്യമില്ല, കാരണം എക്സ് ഈവൻ അല്ലെങ്കിൽ പിന്നെ ഓഡാണ്. പ്രിൻറ്റ് എക്സ് ഇസ് എൻ ഓഡ് നമ്പർ. നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. എക്സ് ഇസ് എൻ ഈവൻ നമ്പർ. ഞാനിപ്പോൾ ഇവിടെ 9 കൊടുത്താലോ? റൺ ചെയ്യുവാണ്. എക്സ് ഇസ് എൻ ഓഡ് നമ്പർ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനിയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞാൽ ഇഫ് കണ്ടീഷൻ അകത്ത് മറ്റൊരു ഇഫ് കണ്ടീഷൻ വരുമ്പോഴാണ് നെസ്റ്റഡ് ഇഫ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇഫ് എക്സ് മോഡുലസ് 2 = 0 പ്രിൻറ്റ് എക്സ് ഇസ് എൻ ഈവൻ നമ്പർ. ഇനി എനിക്ക് ചെക്ക് ചെയ്യണം എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണോ എന്ന് കൂടെ ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്തോട്ട് ഒരു ഇഫ് കണ്ടീഷൻ ഇടും. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3 കോളൻ പ്രിൻറ്റ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 3. ഇങ്ങനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈവൻ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഇഫ് സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ ഈ എക്സിൽ 9 ഇപ്പോൾ കൊടുത്താൽ ഇത് വർക്ക് ചെയ്യത്തില്ല. ഞാൻ അതുകൊണ്ട് 8 കൊടുക്കുവാണ്. ഇനി നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, എക്സ് ഇസ് എൻ ഈവൻ നമ്പർ, എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 3. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 3 എന്നുള്ളത് നെസ്റ്റഡ് ഇഫിൽ നിന്ന് വന്ന പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ പ്രിൻറ്റ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 3 എന്നുള്ളത് ഈ സെക്കൻഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബോഡിയാണ്. എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ നമുക്കൊരു സ്പേസ് കാണാം. അതുപോലെ തന്നെ ഫസ്റ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബോഡിയാണ് ഈ ഫസ്റ്റ് പ്രിൻറ്റ് എക്സ് ഇസ് എൻ ഈവൻ നമ്പർ. അതെങ്ങനെ മനസ്സിലാക്കാം? ഇവിടുത്തെ നമ്മുടെ സ്പേസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇൻഡൻറ്റേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഈ എക്സിന് പകരം നമുക്കിപ്പം ഈ വാല്യൂ തന്നെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കും? നമ്മൾ ഇവിടോട്ട് ഈ ഫസ്റ്റിൽ എക്സ് പിന്നെ ഒരു കോമ കൊടുത്താൽ മതി. അപ്പോൾ എക്സിലെ വാല്യൂ ഈ വേരിയബിളിൽ നിന്ന് ഇങ്ങോട്ട് പ്രിൻ്റ് ആകും. അത് കഴിഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങും പ്രിൻ്റ് ആകും. ഇപ്പം നമ്മളിവിടെ എഴുതിയിരിക്കുന്ന എക്സിന് കോഡ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് വേരിയബിളിൽ നിന്ന് വരുന്ന വാല്യൂ ആ സ്ട്രിങ് അല്ല. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും ഈ എക്സ് ഞാൻ മാറ്റിയിട്ട് ഫസ്റ്റിലൊരു എക്സ് കൊടുത്ത് കോമ ഇട്ടാൽ മതി. ഇവിടെയും നമുക്കതുപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, 8 ഇസ് എൻ ഈവൻ നമ്പർ, 8 ഇസ് ഗ്രേറ്റർ ദാൻ 3. ഇങ്ങനെ ഒരു ഇഫ് അല്ല, നിങ്ങൾക്ക് എത്ര ഇഫ് വേണമെങ്കിലും നെസ്റ്റഡ് ഇഫ് കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി എനിക്ക് ഈ നെസ്റ്റഡ് ഇഫിനകത്ത് തന്നെ വേണമെങ്കിൽ ഒരു എൽസ് എഴുതാം. അപ്പം ഞാൻ എഴുതുവാണ് എൽസ് പ്രിൻറ്റ് എക്സ് ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ 3. ഇപ്പം 8 ഗ്രേറ്റർ ദാൻ 3 ആണ്. ഇനി ഞാനൊരു 3യേക്കാളും ചെറിയ നമ്പർ കൊടുക്കുക, 2 കൊടുക്കുവാണ്. റൺ ചെയ്യുവാണ്. കണ്ടോ, 2 ഇസ് എൻ ഈവൻ നമ്പർ, 2 ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ 3. ഈ 2 ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ 3 എന്നുള്ളത് നമ്മുടെ നെസ്റ്റഡ് ഇഫിനകത്തെ എൽസിൽ നിന്ന് എക്സിക്യൂട്ടായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു കാര്യം ഓർത്തോണം, ഈ ഔട്ടർ ഇഫിൽ കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ അതിനുള്ളിലെ നെസ്റ്റഡ് ഇഫ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഇനിയിപ്പം നിങ്ങൾക്ക് വേണേൽ യൂസറിൽ നിന്ന് ഒരു ഇൻപുട്ട് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ആ നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അത് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ ചെയ്തതാണ്. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം.